ലോകം മുഴുവൻ തന്റെ കാൽക്കീഴിലായിട്ടും ആഡംബരങ്ങളിൽ അഭിരമിക്കാത്ത ഒരു രാജാവുണ്ടായിരുന്നു റോമിൽ. മാർക്കസ് ഔറേലിയസ്. കൊട്ടാരത്തിലെ പട്ടുമത്തകളേക്കാൾ വെറും തറയിൽ കിടന്നുറങ്ങാൻ ആഗ്രഹിച്ച അദ്ദേഹം ഒരു ചക്രവർത്തി എന്നതിലുപരി കിരീടം വെച്ച ഒരു സന്യാസിയായിരുന്നു. പുകഴ്ത്തുമ്പോൾ അഹങ്കരിക്കാതിരിക്കാനും ഇകഴ്ത്തുമ്പോൾ തളരാതിരിക്കാനും അദ്ദേഹം മനസ്സിനെ പാകപ്പെടുത്തിയിരുന്നു. അധികാരം കൊണ്ട് ലോകത്തെ കീഴടക്കുന്നവനല്ല, അടങ്ങാത്ത ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. AD 121 ഏപ്രിൽ 26-ന് റോമിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് ബാല്യത്തിലെ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ടു. മുത്തശ്ശന്റെ തണലിൽ വളർന്ന അദ്ദേഹത്തിന്റെ സ്വഭാവശുദ്ധി അന്നത്തെ റോമിലെ ചക്രവർത്തിയായിരുന്ന ഹാഡ്രിയനെ അത്ഭുതപ്പെടുത്തി. ആ കുഞ്ഞിലെ സത്യസന്ധതയും സ്വഭാവശുദ്ധിയുമാണ് പിൽക്കാലത്ത് അദ്ദേഹത്തെ റോമിന്റെ സിംഹാസനത്തിൽ എത്തിച്ചത്. സിംഹാസനങ്ങൾ ഭാഗ്യം കൊണ്ട് ലഭിക്കുന്നതാകാം, പക്ഷേ ചരിത്രത്തിൽ ഇടം നേടുന്നത് സ്വഭാവമഹിമ കൊണ്ട് മാത്രമാണ്. തന്റെ ഗുരുവായ ജൂനിയസ് റെസ്റ്റിക്കസിൽ നിന്നാണ് മാർക്കസ് സ്റ്റോയിസിസം എന്ന വിപ്ലവകരമായ ദർശനം പഠിച്ചത്. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ, ഉദാഹരണത്തിന് നമ്മുടെ ചിന്തകൾ, പ്രവർത്തികൾ എന്നിവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിന്റെ കാതൽ. മറ്റുള്ളവരുടെ വിമർശനങ്ങൾ, മരണം, പ്രകൃതിക്ഷോഭം എന്നിവയൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് അവയെപ്പറ്റി ചിന്തിച്ച് വേവലാതിപ്പെടുന്നത് വെറും അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ലോകത്തെ നിയന്ത്രിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് സ്വന്തം ചിന്തകളെ നിയന്ത്രിക്കുക. പുറത്തെടുക്കുന്ന വാളിനേക്കാൾ കരുത്ത് നിശബ്ദമായ ചിന്തകൾക്കുണ്ടായിരിക്കണം. യുദ്ധങ്ങളും പ്ലേഗ് രോഗവും റോമിനെ ഉലച്ചപ്പോൾ പതറാതെ നിൽക്കാൻ മാർക്കസ് ഉപയോഗിച്ചത് തന്റെ ഡയറി കുറിപ്പുകളാണ്. പിൽക്കാലത്ത് മെഡിറ്റേഷൻ എന്ന പേരിൽ പ്രസിദ്ധമായ ഈ പുസ്തകം പ്രതിസന്ധികളെ എങ്ങനെ ധീരമായി നേരിടണമെന്നും മറ്റുള്ളവരോട് എങ്ങനെ കരുണയോടെ പെരുമാറണമെന്നും നമ്മെ പഠിപ്പിക്കുന്നു. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. പ്രതിസന്ധികളെ ശാന്തമായി നേരിടാൻ കഴിയുന്ന മനസ്സാണ് ഒരാളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. മനുഷ്യർ പരസ്പരം സഹായിക്കാൻ ജനിച്ചവരാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഓരോ ദിവസവും തന്റെ അവസാന ദിവസമാണെന്ന് കരുതി ജീവിക്കാനാണ് അദ്ദേഹം ലോകത്തെ ഉദ്ബോധിപ്പിച്ചത്. കരിയറിലും ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മാർക്കസ് ഔറേലിയസിന്റെ വാക്കുകൾ ഓർക്കുക. സാഹചര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലായിരിക്കാം, പക്ഷേ ആ സാഹചര്യങ്ങളോടുള്ള നമ്മളുടെ പ്രതികരണം നമ്മളുടെ മാത്രം നിയന്ത്രണത്തിലായിരിക്കും. ലോകം മുഴുവൻ കാൽക്കീഴിലായാലും സ്വന്തം മനസ്സിനെ കീഴടക്കാൻ കഴിയാത്തവൻ ഒരു പരാജയമാണെന്ന് മാർക്കസ് ഔറേലിയസ് പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്